ഈ വീഡിയോയിൽ നമ്മൾ ക്യുസാറ്റിൻ്റെ കുറച്ച് ബ്രാഞ്ചുകളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് 2023, 24 ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയേഷൻ എങ്ങനെ വന്നു എന്നുള്ളത്. ബാക്കി ബ്രാഞ്ചുകൾ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, പിന്നെ അതിങ്ങോട്ട് കുറയാനാണ് ചാൻസ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെയൊക്കെ 2023, 24 കൂടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കുറഞ്ഞാണോ കൂടിയാണോ പോകുന്നത്. അത്ര ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഡീറ്റെയിൽസ്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർ ബ്രാഞ്ച് പോലെ മെക്കും സിവിലും ഒക്കെയാണ് നിങ്ങൾ ഏതാണ് KTU കോളേജ് എടുത്താലും കുഴപ്പമില്ല. കാരണം പ്ലേസ്മെൻ്റ് ഒന്നും വലിയൊരു ഹൈക്കില്ല, ചെറിയൊരു ഇതിലേ പോകുന്നുള്ളൂ. ഓൾമോസ്റ്റ് അതും കമ്പയറബിൾ തന്നെയാണ്. പക്ഷേ നിങ്ങളിപ്പം ക്യാമ്പസ് ലൈഫാണ് നോക്കുന്നതെങ്കിൽ ക്യുസാറ്റിലെ ക്യാമ്പസ് ലൈഫ് നല്ല ബെറ്റർ ആയിരിക്കും. ബാക്കി കോളേജുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയൊരു ക്യാമ്പസ് ലൈഫ് ആയിരിക്കും, നല്ലൊരു എക്സ്പോഷർ കിട്ടും. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഒന്ന് ഞാൻ CS എടുത്തു. അപ്പോൾ CS നോക്കുമ്പോൾ നിങ്ങൾ കാറ്റഗറിയുടെ കാര്യം ഞാനും പറയുന്നത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഏത് കാറ്റഗറി ബിലോങ് ആയിട്ടുള്ളത് നിങ്ങളത് ഒന്ന് നോക്കുക. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനറൽ മാത്രമേ നോക്കുന്നുള്ളൂ. ജനറൽ കാറ്റഗറിയിൽ 2 ടൈപ്പ് സീറ്റ് ഉണ്ട്. ഒന്ന് സ്റ്റേറ്റ് മെറിറ്റ് ഉണ്ട്, ഒന്ന് ഓൾ ഇന്ത്യ മെറിറ്റ് ഉണ്ട്. ഓൾ ഇന്ത്യ മെറിറ്റിലെ ഫീസ് എന്തായിരിക്കും, സ്റ്റേറ്റ് മെറിറ്റിനേക്കാളും ഫീസ് ഡബിൾ ആയിരിക്കും. ബാക്കിയെല്ലാം ഒന്ന് തന്നെയായിരിക്കും. പിന്നീട് 2 ക്യാമ്പസ് ഉണ്ട്. ഒന്ന് കുട്ടനാട് ക്യാമ്പസും ഉണ്ട്, പിന്നെ അടുത്തതെന്ന് വെച്ചാൽ തൃക്കാക്കര ക്യാമ്പസ് ഉണ്ട്. ഇതാണ് മെയിൻ ക്യാമ്പസ്. SI ആണ് എപ്പോഴും ബെറ്റർ. ഇത് ഞാൻ എല്ലാവരുടെ അനുഭവം വെച്ചിട്ടും ഇനി ഞാനിത് ലീസ്റ്റ് പ്രിഫറബിൾ ആണ്. കാരണം ഇവിടെ കിട്ടിയാലും എല്ലാവരും ഇങ്ങോട്ട് ചാടാനാണ് നോക്കുന്നത്. അതിന് വെച്ച് നോക്കുമ്പം ഇത് കിട്ടിയിട്ട് വലിയ കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാം, ആ ബ്രാൻഡ് വാല്യൂ കിട്ടും. പക്ഷെ നിങ്ങളെ സർട്ടിഫിക്കറ്റിൽ അതൊക്കെ വരും. നിങ്ങൾക്ക് ആ ഒരു വലിയൊരു ബെനിഫിറ്റ് അത്രയും നിങ്ങൾ സ്പെൻഡ് ചെയ്ത് പോയി പഠിക്കുന്നതിനൊരു ബെനിഫിറ്റ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാനിത് ലീസ്റ്റ് പ്രിഫറബിൾ ആണ്. ഞാൻ ഈ ഒരു SOയുടെ കാര്യം എല്ലാവർക്കും പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ SOയിൽ ഇത് 2024 ആദ്യം കിടക്കുന്നത്, 2023 രണ്ടാമത് കിടക്കുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, CS റാങ്ക് കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട്. അതായത് CS കുറച്ചുകൂടി ലോവർ റാങ്കുള്ള ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ കൊല്ലത്ത് വെച്ചുമ്പോൾ ചെറിയൊരു ഡിപ്പ് വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ റാങ്കിൽ. പക്ഷേ നമുക്ക് അസ്യൂം ചെയ്യാം ഈ കൊല്ലം എന്താണ് 500 അണ്ടർ ആ ഒരു സമയത്ത് തന്നെ വരുന്നു വെച്ചാൽ ചെറിയൊരു ഡിപ്പ് വന്നു. അപ്പോൾ ഞാൻ ഒരുപാട് കുറവ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടനാട് ക്യാമ്പസ് നോക്കിക്കേ, 3000 അത് നേരെ 6000 പോയി, 2000 കിടന്ന് നേരെ 3000 പോയി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും വലിയൊരു ഡിപ്പ് അവിടെ വന്നു സെക്കൻഡ് ക്യാമ്പസ്. അപ്പോൾ സെക്കൻഡ് ക്യാമ്പസ് മാക്സിമം ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ലീസ്റ്റ് പ്രിഫറബിൾ ആണ്. ബാക്കി മെയിൻ ക്യാമ്പസ് വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, വലിയൊരു വേരിയേഷൻ വന്നില്ല. ഓൾ ഇന്ത്യ മെറിറ്റിൽ ചെറിയൊരു എന്താണ് ഒരു 300ഓളം ഇത്തിരി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കുറഞ്ഞിട്ടുണ്ട്. പിന്നീടുള്ളത് ഫയർ ആൻഡ് സേഫ്റ്റി. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അത് പ്ലേസ്മെൻറ്റ് കൊണ്ടായിരിക്കാം. നോക്കിക്കേ, കഴിഞ്ഞ കൊല്ലം അത് മെയിൻ ക്യാമ്പസിലേ ഉള്ളൂ. കഴിഞ്ഞ കൊല്ലം നോക്കി 1516 കിടന്നത് ഇപ്പോൾ 1150 ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും കുറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടി കോമ്പറ്റീഷൻ ടഫായിട്ടുണ്ട്. ഈ ഓൾ ഇന്ത്യ മെറിറ്റ് തന്നെ 3270 കിടന്നത് ഇപ്പം 2380 പോയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് നല്ലപോലൊരു ഡിപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അത് നിങ്ങൾക്ക് നോക്കാം. പിന്നെ കാറ്റഗറി വരുമ്പോൾ ഓരോ വേരിയേഷനൊക്കെ വരും. സ്റ്റിൽ നിങ്ങൾക്ക് കാറ്റഗറി അവൈലബിൾ ആണെങ്കിൽ പോലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കി 2600 എന്നുള്ളത് 1000 റാങ്ക് ഒരു ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഡിപ്പ് തന്നെ ഇവിടെ വന്നു. ഇവിടെ കണ്ടു, ഇവിടെ ഒരു 1000 റാങ്കിൻ്റെ ഒരു കുറവ് വന്നു. ഇവിടെ നല്ല ടൈറ്റായി. ഓരോ കാറ്റഗറി വൈസ് നോക്കിയാലും ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. പിന്നെ ചില കാറ്റഗറിയിൽ കമ്പയർ ചെയ്യുമ്പോൾ നോക്കി ഓൾമോസ്റ്റ് സെയിം ആയിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റഗറി സീറ്റിനൊരു ഇവിടെ നോക്ക്, കാറ്റഗറി സീറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് 1 തൊട്ട് 10 റാങ്ക് വരെ ഉണ്ടെന്ന് വെച്ചോ, അതിനകത്ത് ചിലപ്പോൾ കാറ്റഗറിയിൽ വരുന്ന ഒരാൾ ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കാറ്റഗറി ആണെങ്കിൽ ഒരാളാണെങ്കിൽ ഇപ്പോൾ 8ാമത്തെ റാങ്ക് ആണെങ്കിൽ 8ൽ ചിലപ്പോൾ കട്ട് ഓഫ് നടക്കും. പക്ഷേ നമ്മുടെ ഒരു ഇയറിൽ ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ കൂടുതൽ കോമ്പറ്റീഷൻ നടത്തി 8ലാണ് കട്ട് ഓഫ് നടക്കുന്നതെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു 2-3 പേര് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ 6ലും എല്ലാം കട്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റഗറി എത്ര ആളുകൾ ഉള്ളതുകൊണ്ട് ഇത് ഭയങ്കര ഫ്ലക്ച്വേറ്റ് ചെയ്യാം. നമുക്കത് ഒട്ടും എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ എത്ര പേര് അതിനകത്തുണ്ടെന്നുള്ളത്. പക്ഷേ ഈ ഇത്തിരി അത്യാവശ്യം പോപ്പുലേഷൻ ഉള്ളൊരു കാറ്റഗറി ആണെങ്കിൽ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും. മെയിനായിട്ടും ജനറലിൻ്റെ വെച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എത്രത്തോളം അത് ടൈറ്റായി പോകുന്നു എന്നുള്ളത്. ജനറൽ എന്ന് വെച്ചാൽ നിങ്ങളെ റാങ്ക് മാത്രമേ നോക്കത്തുള്ളൂ, നിങ്ങൾ കാറ്റഗറി നോക്കത്തില്ല. ഏത് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾക്ക് ജനറൽ നിങ്ങൾക്ക് സീറ്റ് എന്താണ് കിട്ടും. ഇനി അടുത്തത് നേവൽ ആർക്കിടെക്ചറാണ്. നേവൽ ആർക്കിടെക്ചറിൻ്റെ നമുക്ക് പറയാം. അതിനകത്ത് നോക്കിക്കേ, നേവൽ ആർക്കിടെക്ചറിനകത്ത് 721 കിടന്ന് ഇപ്പം 476 കിട്ടി, 500-നകത്ത്. അപ്പോൾ ഈ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 300 കുറഞ്ഞ് വരുമ്പോഴത്തേക്കും ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഒരു 300-200 കുറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റാങ്ക് ഒരു 300 റേഞ്ചിലോട്ടൊക്കെ പോവാം. അതൊരു ഗസ്സാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മൊത്തം 34 സീറ്റോ 38 സീറ്റോ 34 സീറ്റ് എങ്ങാണ്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ ടൈറ്റ് ആക്കുന്നത്. ഇനി അത്രയും സീറ്റ് അവൈലബിൾ ആണെങ്കിലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സീറ്റ് NRI കോട്ടയായിട്ട് കുറച്ച് സീറ്റ് പോകും. പിന്നെ EWS 10%, ഈ കാറ്റഗറി സീറ്റെല്ലാം
ഒരു 50% സീറ്റ് പോകും. അപ്പം ഒരു ഓപ്പണായിട്ട് ഒരാൾ മത്സരിക്കുകയാണെങ്കിൽ അയാൾക്ക് 34 സീറ്റിൽ പകുതി എടുത്തു കഴിഞ്ഞാൽ 17 സീറ്റ് തികച്ചില്ല, NRയും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ 16 സീറ്റ് വല്ലതും ആയിരിക്കും ചിലപ്പം ജനറൽ സീറ്റിനുള്ളത്. അപ്പോൾ സീറ്റിൻ്റെ ലിമിറ്റേഷൻ അത്രയും ഉണ്ട്, നിങ്ങളത് മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്കൊരു കാറ്റഗറി ഉണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാറ്റഗറി, സപ്പോസ് നിങ്ങൾക്ക് EWS കാറ്റഗറി ഉണ്ടെങ്കിൽ പ്ലസ് ഒരു 10%, അപ്പം 37-ന് 10% 3 സീറ്റ് കൂടി എക്സ്ട്രാ വരും, ഒരു 19 സീറ്റ് കൂടി കിട്ടും. അപ്പോൾ കാറ്റഗറി കൊണ്ടുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ആ സീറ്റ് ആ പർട്ടിക്കുലർ കാറ്റഗറിക്ക് തന്നെ റിസർവ്ഡ് ആയിരിക്കും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കിട്ടാനുള്ള അവൈലബിലിറ്റി കൂടുതലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 34 സീറ്റ് ഉണ്ടെങ്കിൽ പകുതി കുറവ് സീറ്റായിരിക്കും നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലുള്ളത് ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഇത് സ്റ്റില്ല് ടഫ് ആയിക്കൊണ്ടിരിക്കും. അതായത് CS ഓൾമോസ്റ്റ് എന്താണ് ചെറിയൊരു ഡിപ്പാണ് വന്നേക്കുന്നതെങ്കിൽ കോർ ബ്രാഞ്ചിന് നല്ലൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ സൈറ്റിലൊന്ന് കയറി നോക്കിയാൽ മതി. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജിയും ഞാൻ ഈ ഒരു ബ്രാഞ്ച് ഈ ഒരു കോളേജിന് അത്ര ഇത് പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഡിമാൻഡും കുറഞ്ഞിട്ടുണ്ട്. നോക്കി, സെക്കൻഡ് ക്യാമ്പസ് പോയി കഴിഞ്ഞാൽ 6000 കട്ട് ഓഫ് ചെയ്തത് ഇപ്പം 13,000-നകത്ത് ഡബിൾ റാങ്ക് പോയിട്ടും ആളുകൾക്ക് അത് പ്രിഫർ ചെയ്യുന്നില്ല. കാരണം അതിനോട് ഒരുപാട് റീസൺ കാണും. നോക്കി, ഇവിടെ 4000 കിടന്നത് 8000-ലോട്ടേ പോയിട്ടുള്ളൂ. അപ്പം ഞാനിത് പ്രിഫർ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കയറിയ ആളുകൾ എൻ്റെ അടുത്ത് പേഴ്സണലി വിളിക്കുമ്പോൾ പോരാ, അല്ലെങ്കിൽ എന്താണ് ഇവിടുന്ന് ചാടി അവിടെ പോകണം, എങ്ങനെയെങ്കിലും SOE കിട്ടണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി അവരെല്ലാവരും പറയുന്നത്. അപ്പം ആ ഒരു കാര്യം എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്താണ് നിങ്ങൾക്ക് പറയുന്നത്, നിങ്ങളത് ശ്രദ്ധിച്ച് ചെന്ന് പെടാതിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടെടുത്തോളം ഞാനൊട്ടും റെഫർ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷേ SOയിൽ നോക്കിക്കേ, SOയിൽ ഓൾ ഇന്ത്യ മെറിറ്റ് 2100-നകത്തിരുന്ന് കട്ട് ഓഫ് ആയത് ചെറിയൊരു കുറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ മറ്റേത് ഒരുപാട് താഴെ പോയിട്ടുണ്ട് സെക്കൻഡ് ക്യാമ്പസ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്യുസാറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ക്യാമ്പസ് തന്നെ നോക്കാം. ഇനി ഇൻസ്ട്രുമെൻറ്റേഷൻ നോക്കുമ്പോൾ, ഇൻസ്ട്രുമെൻറ്റേഷൻ കഴിഞ്ഞതിൻ്റെ അങ്ങേ കൊല്ലം, അതായത് 2024 വെച്ച് നോക്കുമ്പോഴത്തേക്കും 6385 ആയിരുന്നു. പക്ഷേ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇപ്പം 4600. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ അത്യാവശ്യം ആളുകൾ നോക്കി തുടങ്ങി. അപ്പോൾ ഞാൻ കേട്ടെടുത്തോളം ഇതിനൊരു നല്ലൊരു സ്കോപ്പ് ഉള്ളത് തന്നെയാണ് ഈ ബ്രാഞ്ചുകൾ. അപ്പം ഇതിനകത്ത് ക്യുസാറ്റിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കോർ ബ്രാഞ്ചുകൾ എടുക്കുവാണെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ക്യാമ്പസ് ലൈഫ് നോക്കുവാണെങ്കിൽ ക്യുസാറ്റ് തന്നെയാണ് ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾ ക്യുസാറ്റ് ഓൾമോസ്റ്റ് നല്ലത് ഒരേപോലെ തന്നെ ആയിരിക്കും വരുന്നത്, വലിയ വേരിയേഷൻ ഒന്നും വരത്തില്ല. ക്യാമ്പസ് ലൈഫ് നോക്കുവാണെങ്കിൽ നിങ്ങൾ ക്യുസാറ്റ് എടുക്കുക ബാക്കി KTU കോളേജുകൾ വെച്ച് നോക്കുമ്പോൾ. ഇല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. ഇൻസ്ട്രുമെൻറ്റേഷൻ ഇതുകൊണ്ട് കഴിയുന്നില്ല, ഇനി ഒരുപാട് കോഴ്സുണ്ട്. ഫോട്ടോണിക്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഫോട്ടോണിക്സ്, ഈ ഇൻസ്ട്രുമെൻറ്റേഷൻ, പിന്നെ നേവൽ ആർക്കിടെക്ചർ, ഫയർ ആൻഡ് സേഫ്റ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ക്യുസാറ്റ് നല്ലപോലെ കയറുന്നുണ്ട്. അതായത് ഈ 2 കൊല്ലത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് റാങ്കിന് നല്ലൊരു ഡിപ്പ് വരുന്നുണ്ട്. ഈ ഒരു ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ 300 കുറഞ്ഞു, ഇനി ഒരു 200 കുറഞ്ഞാലും 300-ലായിരിക്കും ചിലപ്പോൾ കട്ട് ഓഫ് വരാൻ ചാൻസ് ഉള്ളത്. അതേപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ 1500 കിടന്ന് എഗെയിൻ ഒരു 300 റാങ്ക് കുറഞ്ഞ് കുറച്ചുകൂടി അത് ടഫ് ആയിട്ടുണ്ട്, ടൈറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിപ്പം നേവൽ ആർക്കിടെക്ചർ എടുത്താലും ഒക്കെ അതേപോലെ വന്നേക്കുന്നത്. ഈ CS-ൻ്റെയൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടിരിക്കും. കാരണം CS ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷനുണ്ട്, CET എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ക്യുസാറ്റ് കിട്ടിയാൽ പലരും എന്താണ് അത് ഡ്രോപ്പ് ചെയ്തങ്ങ് CET-ലോട്ട് പോകും. ഫീസിൻ്റെ കാര്യം കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ CET ബെസ്റ്റാണ്. കാരണം ക്യുസാറ്റ് അതും വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എന്താണ് ഒരേപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ ഒരു മെയിനായിട്ട് ഈ ഒരു ഇതിനെ വ്യത്യാസമാക്കി നിർത്തുന്നത് ഈ ബ്രാഞ്ചുകളാണ്, സ്പെഷ്യലായിട്ടുള്ള ബ്രാഞ്ചുകളാണ്. അതുമാത്രമല്ല, ഇവിടെയൊക്കെ കയറുമ്പോഴത്തേക്ക് ഇപ്പോൾ നേവൽ ആർക്കിടെക്ചർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലേസ്മെൻ്റ് എന്നുള്ള സാധനം ഒരു 100% ഒരു അഷ്വർഡാണ്. നിങ്ങൾക്ക് ജോബ് കിട്ടും അത്യാവശ്യം പഠിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പഠിക്കാത്ത ആളുകൾ എന്തായാലും 1-2 ആളുകൾ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു അണ്ടർ 1000 വരുന്ന ആളുകളൊക്കെ പഠിക്കാതെ വരാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത് കുറവാണ്. അപ്പോഴത്തേക്കും ഇതിനകത്ത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നോക്കി, ഈ റാങ്കിലൊക്കെ വരുന്ന ആളുകൾ എന്തായാലും നല്ല പഠിക്കുന്ന ആളുകളായിരിക്കും. അപ്പോഴത്തേക്കും അത്യാവശ്യം അവർക്ക് എന്താണ് 100% പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ജോബ് അവർക്ക് എന്തായാലും അഷ്യൂർഡായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് കിട്ടിയ ജോലി എന്നുള്ളതിൻ്റെ ഒരു റീസൺ പറയുന്നതിൻ്റെ ഒരു കാര്യം ഈ റാങ്കുകൾ നോക്കുക. 400, 1200, 1000 ആ റേഞ്ച് മാത്രമേ വരുന്നു. അപ്പോൾ ആ റാങ്കിൽ വരുന്ന ആളുകൾ എന്തായാലും നല്ലപോലെ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വരുന്ന ആളുകളായതുകൊണ്ട് എന്തായാലും നിങ്ങളിത് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളത് 100% ഷുവറാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇതിൻ്റെയൊക്കെ ടൈറ്റ്നസ് നോക്കി ഇങ്ങനെ കയറി പോകുന്നത്. അപ്പം ഒരു 300 ഡിപ്പ് നടന്ന് നോക്കി, ഫയർ ആൻഡ് സേഫ്റ്റി ഇത് നോക്കിയൊരു 300 കുറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ ആൻഡ് സേഫ്റ്റി ഒരു 1500 കട്ടായത് പിന്നെ 1100 കട്ടായി. പിന്നീട് ഒരു 200 കൂടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതെന്താണ് 900 വല്ലോ അല്ലെങ്കിൽ 100,000 മിക്കവാറും ഫയർ ആൻഡ് സേഫ്റ്റി കട്ടാവും. അപ്പോൾ ഈ ഒരു ഇയറിൽ നിങ്ങൾ +1 +2 പഠിക്കുവാണെങ്കിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇയറിൽ ചിലപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അടുത്ത ഇയറിൽ ചിലപ്പോൾ ഇനിയും കട്ട് ഓഫ് കുറയും. ചിലപ്പോൾ അതൊരു 700 500 ആ റാങ്കിലോട്ട് മാറാനും ചാൻസ് ഉണ്ട്. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾ ഒരു കൊല്ലം
കളഞ്ഞ് ഡ്രോപ്പ് ചെയ്ത് പിന്നീട് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ കോമ്പറ്റീഷൻ പിന്നെയും ടൈറ്റാണ്. കാരണം കഴിഞ്ഞ കൊല്ലം വരെ ഇത്ര ഒരു ടൈറ്റ്നസ് ഇല്ലായിരുന്നു. ഇനി അതേപോലെ തന്നെ നേവൽ ആർക്കിടെക്ചർ എടുത്ത് കഴിഞ്ഞാൽ 721 അതിപ്പോൾ 500 അണ്ടറിലോട്ട് പോയി. അത് ഇനി ചിലപ്പോൾ ഒരു 300 റാങ്ക് വല്ലതും വരുവാണെങ്കിൽ നെക്സ്റ്റ് അടുത്ത ഇയറിലാകുമ്പോൾ പോസിബിളി പിന്നെയും കോമ്പറ്റീഷൻ ആവാൻ ചാൻസ് ഉണ്ട്, ആളുകൾ അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ. അപ്പം കഴിഞ്ഞ കൊല്ലം അതായത് 23 വെച്ച് നോക്കുമ്പോൾ 24 റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളുടെ എണ്ണവും കൂടുതലായിരുന്നു, കുറേ ആളുകളുടെ ആപ്ലിക്കേഷനും കൂടുതലായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു കൊല്ലം വേസ്റ്റ് ചെയ്തിട്ട് പിന്നീട് നോക്കുക എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം 12th കൂടെയും കൂടി ഒന്ന് നോക്കുക, ഫോക്കസ് ചെയ്യുക. കാരണം ഇപ്പം കിട്ടുന്ന ആ ഒരു ഡിഫിക്കൽറ്റി ആയിരിക്കത്തില്ല അടുത്ത തവണ കിട്ടുന്നത്, കുറച്ചും കൂടി കോമ്പറ്റീഷൻ ആവാൻ ചാൻസ് ഉണ്ട്. കോമ്പറ്റീറ്റ് കൂടിക്കൂടി വരുവാണ് അങ്ങോട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ +2ൻ്റെ കൂടെയും ഈ ഒരു കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും.